നമസ്കാരം. കേരളം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു മാതൃകയുണ്ട്, ആരോഗ്യ കേരളം. ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, ഈ കണക്കുകൾ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാൻ പോകുന്നതാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ കാത്തു സൂക്ഷിച്ച ഈ നേട്ടം ഒരു ലോകാത്ഭുതം തന്നെയായിരുന്നു. എന്നാൽ 21ാം നൂറ്റാണ്ടിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു നിർണായക ചോദ്യം ചോദിക്കേണ്ടതായുണ്ട്. നമ്മുടെ ഈ പഴയ മാതൃകയ്ക്ക് പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ? പകർച്ചവ്യാധികളെ അതിജീവിച്ച നമ്മൾ ഇന്ന് മറ്റൊരു വലിയ പ്രതിസന്ധിക്ക് മുന്നിലാണ്. ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ ഇവയൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ പിടിച്ചുലയ്ക്കുകയാണ്. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. കേരളത്തിലെ ഓരോ 3 മരണങ്ങളിലും ഒന്നിന് കാരണം ഹാർട്ട് അറ്റാക്ക് ആണ്. ഒരു ദിവസം 60-ലധികം പേർ ക്യാൻസറിന് കീഴടങ്ങുന്നു. 15-നും 49 വയസ്സിനും ഇടയിലുള്ള യുവതലമുറയിൽ പോലും രക്തസമ്മർദ്ദവും പ്രമേഹവും സാധാരണമായി മാറിക്കഴിഞ്ഞു. എവിടെയാണ് നമുക്ക് പിഴച്ചത്? കേരളം ഇപ്പോഴും ഉയർന്ന ആയുസ്, കുറഞ്ഞ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, അനുകൂലമായ ലിംഗാനുപാതം തുടങ്ങിയവയിലൂടെ വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഈ കണക്കുകൾ സംസ്ഥാനത്തിന്റെ ആരോഗ്യ നയങ്ങളുടെയും സാമൂഹ്യ വികസനത്തിന്റെയും മികവിനെ എടുത്തു കാണിക്കുന്നതാണ്. എന്നാൽ ആരോഗ്യ മേഖലയിൽ ഉയർന്നു വരുന്ന മറ്റു ചില വിഷയങ്ങളിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. നേട്ടങ്ങൾക്കപ്പുറം കേരളത്തിന്റെ ആരോഗ്യരംഗം ഇപ്പോൾ അനവധി സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുകയാണ്. പരമ്പരാഗത രോഗങ്ങളിൽ നിന്ന് മുക്തമായെങ്കിലും സംസ്ഥാനത്ത് ഇപ്പോഴും പുതിയ തരം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വിശ്വസിച്ചിരുന്നതടക്കമുള്ള പഴയ പല രോഗങ്ങളും മടങ്ങി വരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ നേട്ടങ്ങളുടെ ചിറകിലാണ് ആരോഗ്യ കേരളം. എന്നാൽ കേരളത്തിന് മുന്നിൽ ഉയരുന്ന വെല്ലുവിളികൾ ആ നേട്ടങ്ങളുടെ പരിമിതികളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ലോകത്തിന് മാതൃകയാണെങ്കിലും നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. രോഗങ്ങളുടെ സ്വഭാവത്തിൽ സംഭവിച്ച ഘടനാപരമായ മാറ്റങ്ങൾ, പ്രായമായ ജനസംഖ്യ, പാരിസ്ഥിതികമായ തകർച്ച, ഉയർന്ന ചികിത്സാ ചെലവുകൾ, ജനങ്ങളുടെ ആരോഗ്യ പ്രവർത്തന രീതികളിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ കേരളത്തിന് പഴയ മാതൃകയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ്. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പ്രധാന വെല്ലുവിളികളിൽ ഹൈ ബ്ലഡ് പ്രഷർ, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ മുന്നിൽ നിൽക്കുന്നു. 15 മുതൽ 49 വയസ്സുള്ളവരിൽ ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്നവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ്. ഈ പ്രായപരിധിയിൽ പുരുഷന്മാരിൽ 17.4% ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്നവരാണ്. സ്ത്രീകളിൽ 10.4% ഇതേ ജീവിതശൈലി രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അതേ പ്രായപരിധിയിലുള്ള പ്രമേഹ രോഗികളുടെ കാര്യത്തിലും പുരുഷന്മാരാണ് മുന്നിൽ. പ്രായത്തിലുള്ള പുരുഷന്മാരിൽ 13.7% പ്രമേഹത്തിന് മരുന്ന് കഴിക്കുമ്പോൾ 11.9% സ്ത്രീകളും ഇതേ രോഗത്തിന് ചികിത്സ തേടുന്നു. കേരളത്തിലെ ശിശുമരണ നിരക്കിലെ ആരോഗ്യ കാരണങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ നേട്ടങ്ങളുടെ പട്ടികയ്ക്ക് അത് ഉയർത്തുന്ന കനത്ത വെല്ലുവിളി കാണാനാകും. 2 ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ പ്രധാന മരണകാരണമാകുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. കേരളത്തിലെ മരണനിരക്ക് പരിശോധിച്ചാൽ ഇവിടെ സംഭവിക്കുന്ന 3 മരണങ്ങളിൽ 1 ഹാർട്ട് അറ്റാക്ക് മൂലം സംഭവിക്കുന്നതാണ്. ക്യാൻസറിന്റെ മരണനിരക്ക് പരിശോധിച്ചാൽ അതും ആശങ്കാജനകമാണ്. ക്യാൻസർ മൂലമുള്ള വാർഷിക മരണങ്ങൾ 21,990 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു ദിവസം 60 പേരാണ് ക്യാൻസർ മൂലം മരിക്കുന്നത്. ഇതോടൊപ്പം പുതിയ തലമുറ സാംക്രമിക രോഗങ്ങൾ, പഴയ രോഗങ്ങളുടെ തിരിച്ചുവരവ്, പ്രായമായവരുടെയും കിടപ്പു രോഗികളുടെയും പ്രശ്നങ്ങൾ, മദ്യപാനം, ലഹരിമരുന്ന് ഉപയോഗം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആത്മഹത്യകളും റോഡ് അപകടങ്ങളും എന്നിവ കേരളത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, നവീന ഉപകരണങ്ങളും മരുന്നുകളും ലഭ്യമാക്കേണ്ട ആവശ്യം, വർദ്ധിച്ച ചികിത്സാ ചെലവുകൾ, പരിമിതമായ ഗവേഷണം, ആവശ്യമായ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് തുടങ്ങിയവയും സംസ്ഥാനത്തിന് ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങൾ, തീരദേശവാസികൾ, സ്ത്രീകൾ, വയോധികർ, ട്രാൻസ് വ്യക്തികൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിയവർ തുടങ്ങിയ സമൂഹങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാംക്രമികേതര രോഗങ്ങളുടെയും രോഗബാധിതരുടെയും എണ്ണം തന്നെയാണ്. പ്രായമായ ജനസംഖ്യയും ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും മൂലം പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയവ ഇപ്പോൾ മരണത്തിന്റെയൊക്കെ കാരണമായി മാറിയിട്ടുണ്ട്. ഇത്തരം ദീർഘകാലവും ചിലവേറിയതുമായ രോഗങ്ങളെ നിയന്ത്രിക്കാൻ അടിയന്തര ചികിത്സയിൽ നിന്ന് ദീർഘകാല രോഗസംരക്ഷണത്തിലേക്കുള്ള നയപരമായ മാറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇനി നമുക്ക് വേണ്ടത് രോഗം വന്ന ശേഷം ചികിത്സിക്കുന്ന ഒരു രീതിയല്ല, മറിച്ച് രോഗം വരാതെ പ്രതിരോധത്തിന് മുൻഗണന നൽകുന്ന ഒരു പുതിയ ആരോഗ്യ നയമാണ്. പഴയ പ്രതാപം നിലനിർത്താനും ലോകത്തിന് വീണ്ടും മാതൃകയാകാനും നമ്മുടെ ആരോഗ്യ മേഖല കാലത്തിനൊത്ത് മാറാൻ തയ്യാറാകണം. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കേരളത്തിന് ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ സാധിക്കൂ.